കലോത്സവ നഗരിയിൽ നിന്ന് ഇനിയൊരു കലാകുടുംബത്തിന്റെ വിശേഷങ്ങളാണ് അക്ഷയ ബിജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കലോത്സവത്തിന് വരുന്ന കുട്ടികൾക്ക് കുടുംബത്തിന്റെ പിന്തുണ വളരെ വലുതാണ്. പക്ഷേ ഈ കുടുംബം കുറച്ച് വ്യത്യസ്തമാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു കലാകുടുംബം. മകൾ ഡാൻസ് കളിക്കുന്നു, അച്ഛൻ പാടുന്ന പാട്ടിന് മകൾ നൃത്തം ചെയ്യുന്നു, നൃത്തം പഠിപ്പിച്ചത് അമ്മ. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ ജനൻ ടി വി പ്രേക്ഷകർക്കായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് അനുപമ മേനോൻ. ഞാൻ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ മോഹിനിയാട്ട വിഭാഗം അധ്യാപികയാണ്. ഞാൻ പല്ലവി സുരേഷ്. ഞാനിപ്പോൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ എറണാകുളം സെയിൻറ്റ് തെരേസസ് CGHS സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. ഞാൻ പാട്ടുകാരനാണ്. എറണാകുളം സെൻറ്റ് തെരേസസ് കോളേജിലെ സംഗീത അധ്യാപകനാണ്. ഞങ്ങൾ ഒരു കലാകുടുംബമാണ്. ഞാൻ മൂളും വീണ വായിക്കും, ഭാര്യ മോഹിനിയാട്ടം നൃത്തം ചെയ്യും, എൻ്റെ അനിയത്തി പുല്ലാങ്കുഴലും വയലിലും വായിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഒരു കലാസപരിയായിട്ട് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ട് കലയെപ്പറ്റി. ഇന്നലെ ആയിരുന്നു മോഹിനിയാട്ട മത്സരം ഉണ്ടായിരുന്നത്. അപ്പം A ഗ്രേഡ് നേടിയിട്ടുണ്ടായിരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ? വളരെ സന്തോഷം. ഭയങ്കര സ്വപ്നം കണ്ട നിമിഷങ്ങളായിരുന്നു സംസ്ഥാന തലത്തിൽ വന്ന് മോഹിനിയാട്ടമൊക്കെ മത്സരിക്കണം എന്നുള്ളത്. സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അമ്മയാണ് ഡാൻസ് പഠിപ്പിച്ചത്. അപ്പോൾ മകളുടെ ഇന്നലത്തെ നൃത്തം കണ്ടിട്ട് എന്താ തോന്നിയേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തന്നെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിൽ പല പോരായ്മകളും തോന്നും. എങ്കിലും അവൾ നന്നായി കവറപ്പ് ചെയ്യും. കാരണം മോഹിനിയാട്ടം കുട്ടിക്കാലം പോലെ അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഈ കലോത്സവത്തിന് വേണ്ടിയിട്ടൊരു ഏപ്രിൽ മുതലാണ് അവളെ ട്രെയിൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് അത്രയും കവറപ്പ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ എങ്ങനെ വഴക്കൊക്കെ പറയാറുണ്ടോ? കുഴപ്പമില്ല. സംസ്ഥാന കലോത്സവത്തിൽ മകൾ പങ്കെടുത്ത് A ഗ്രേഡ് നേടി നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും അഭിമാന നിമിഷമാണ് അല്ലേ? തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. ഞങ്ങളുടെ അഭിമാനം കാരണം ഞങ്ങൾ രണ്ടുപേരും കലോത്സവങ്ങളിൽ സംസ്ഥാന കലോത്സവങ്ങളിൽ പങ്കെടുത്ത ആളാണ്. ഞാനും പങ്കെടുത്തിട്ടുണ്ട്. നൃത്ത ഇനങ്ങൾക്ക് അനുപമ മേനോനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മകളും ഈ ഒരു ഫീൽഡിലൂടെ വരുന്നത്, കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് അവരുടെ ഒരു കലാ പരിചയത്തിന് വളരെയധികം ഉപകാരപ്പെടും. പേരൊന്ന് പറയാം. പവിത്ര സുരേഷ്. പുല്ലാങ്കുഴലിൽ പഠിക്കുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ട്? അച്ഛനും അമ്മയും അധ്യാപകരാകുമ്പോൾ എങ്ങനെയുണ്ട്? കുറച്ച് സ്ട്രിക്റ്റ് ആണ്, എന്നാലും പ്രാക്ടീസൊക്കെ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. പെർഫോമൻസ് കാണുമ്പോഴത്തേക്ക് എന്താ തോന്നാറുള്ളത്? ഭയങ്കര ടെൻഷൻ തോന്നാറുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന്. പക്ഷെ നന്നായിരുന്നു, എനിക്കിഷ്ടം. നന്നായിട്ട് കളിച്ചില്ലേ ചേച്ചി? നന്നായിട്ട് കളിച്ചു. അപ്പം അടുത്ത വർഷം ഇതേപോലെ സംസ്ഥാന കലോത്സവത്തിലൊക്കെ മത്സരിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഉറപ്പായിട്ട്. താങ്ക് യു.
ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഈ കലാകുടുംബത്തിന് ജനം ടിവിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ അനു ജാനവറിനൊപ്പം അക്ഷയ, ജനം ടീം, കൊല്ലം.